ASUS ക്യാമറ DVRലോ NVRലോ ആഡ് ചെയ്താലോ? ക്യാമറ DVR സെയിം നെറ്റ്വർക്കിൽ തന്നെ ആകണം, സെയിം IP സീരീസ് ആകണം. അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിനെ ഫോളോ ചെയ്യുക. ജസ്റ്റ് PTZ കൺട്രോൾ ടെസ്റ്റ് ചെയ്യുവാണ്. അതെല്ലാം വർക്കിംഗ് ഫൈനാണ്. ഇനി ഹിക് കണക്റ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അതിൽ ഓൺലൈൻ ഡിവൈസിൽ ഓൾറെഡി നമുക്ക് ഈ 2 ക്യാമറയും കാണാൻ പറ്റും. ഇതിൽ ASUS ക്യാമറ ഞാൻ ആഡ് ചെയ്യുവാണ്. ജസ്റ്റ് IP സെലക്ട് ചെയ്ത് അതിന് യൂസർ നെയിം പാസ്വേഡും കൊടുക്കുന്നു. പാസ്വേഡ് ഡിവൈസിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ സ്റ്റിക്കറിൽ തന്നെ അതിൻ്റെ എൻക്രിപ്ഷൻ കീ ഉണ്ടാകും. അതാണ് പാസ്വേഡായിട്ട് യൂസ് ചെയ്യുന്നത്. വൺസ് ആഡ് ചെയ്ത് തന്നെ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ASUS ക്യാമറ ആഡ് ചെയ്തതുപോലെ തന്നെ നമ്മൾ DVRും ആഡ് ചെയ്യുന്നു. DVRൻ്റെ യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ കൗണ്ട് വന്നു. അതിൽ നമുക്ക് ക്യാമറ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ DVRൻ്റെ ഇൻ്റർഫേസിലേക്ക് ഇപ്പോൾ ASUS ക്യാമറ വന്നിട്ടില്ല. അതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ബ്രൗസർ വഴി അതിനെ ആഡ് ചെയ്യാം. ബ്രൗസർ വഴി ഈ DVRൻ്റെ അല്ലെങ്കിൽ NVRൻ്റെ IP എടുത്തിട്ട് അതിൽ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ഡയറക്റ്റ് ലോഗിൻ ചെയ്യുക. ഇത് സെയിം നെറ്റ്വർക്കിലായിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ IP ക്യാമറ ആഡ് ചെയ്യുന്ന ക്യാമറ മാനേജ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ASUS ക്യാമറയുടെ IP ആഡ് ചെയ്യുക. ഇതിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ എൻക്രിപ്ഷൻ കീ ആണ്. ആ കീ എടുത്ത് കൊടുക്കുക. PHHRST അതാണ് ഇതിൻ്റെ കീ. അത് പാസ്വേഡ് കൊടുക്കുക, കൺഫേം കൊടുക്കുക, അതിനുശേഷം OK കൊടുക്കുക. അത് ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനിഷ്യലി ഇപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഓൾറെഡി ലോഗഡ് ഇൻ ആയതുകൊണ്ട് ആ ക്യാമറ കിട്ടണം എന്നില്ല. നമുക്ക് ആ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ആ സമയത്ത് ലോക്കൽ വ്യൂവിലായാലും ഓൺലൈൻ വ്യൂവിലായാലും ആ സമയത്താണ് ആ ക്യാമറ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ASUS ക്യാമറ വന്നിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് ASUS എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള PTZ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ASUS ക്യാമറ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ട്യൂട്ടോറിയൽ ആയിരുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.